വെൽക്കം ടു ജെസീസ് കിച്ചൺ. ജെസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബാർബി ഡോൾ കേക്കിൻ്റെ വീഡിയോ ആണ്. മോൾഡ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങൾ വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ലൊരു ഡോൾ കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓവനും അതേപോലെ തന്നെ മോൾഡുകളൊന്നും ഇല്ലാതെ തന്നെ തയ്യാറാക്കിയ നല്ലൊരു അടിപൊളി ഡോൾ കേക്കാണ് ഇത്. അപ്പോൾ ഈ ഒരു ഡോൾ കേക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇനി നമുക്ക് ഡോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡോൾ കേക്കിൻ്റെ മോൾഡൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ള പാത്രങ്ങൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോൾ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഓവൻ വെച്ചിട്ടല്ല, നമ്മൾ സാധാ അടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇങ്ങനെ 3 പാത്രങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നും അതേപോലെ 2 സ്റ്റീൽ പാത്രങ്ങളുമാണ് എടുത്തിട്ടുള്ളത്. സ്റ്റീൽ പാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ. സ്റ്റീൽ പാത്രത്തിലായാലും ബട്ടർ പേപ്പർ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കേക്ക് സ്റ്റീൽ പാത്രത്തിലായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ പാത്രങ്ങൾ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വലുതിൽ നിന്നും ചെറുതിലേക്ക് എന്ന രീതിയിൽ ഈ ഒരു രീതിയിലുള്ള പാത്രങ്ങൾ വേണം എടുക്കാൻ. ഒന്ന് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പാത്രങ്ങൾ എടുക്കാം. അപ്പോൾ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സ്റ്റീൽ പാത്രം വെച്ച് ചെയ്ത കേക്കാണെങ്കിൽ കൂടിയും നല്ല അടിപൊളിയായിട്ടുള്ള കേക്കായി കിട്ടിയിട്ടുണ്ട്. ഓരോ കേക്കും 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ ലെയർ കേക്കും വിപ്പിംഗ് ക്രീമും വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പും വിപ്പിംഗ് ക്രീമും ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡോൾ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഡിസൈൻ അതിൻ്റെ മുകളിലായിട്ട് വരച്ച് കൊടുക്കുന്നത്. സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. സ്റ്റാർ നോസിൽ വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ കഴിയും. സ്റ്റാർ വരയ്ക്കുകയാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു ഡോൾ കേക്ക് റെഡിയായി കിട്ടും. നമ്മൾ ഏത് ഡിസൈനാണോ ചെയ്യുന്നത് ആ രീതിയിൽ ഇതേപോലെ ഒന്ന് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ സ്പോഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു രീതിയാണ് മറ്റൊരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഡോൾ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് 2 കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അത് കട്ട് ചെയ്ത് കുറച്ച് ഒഴിവാക്കുകയാണ് ചെയ്തത്. മോൾഡ് ഇല്ലെങ്കിലും വളരെ എളുപ്പത്തിൽ നല്ല ഷേപ്പോട് കൂടിയിട്ടുള്ള ഡോൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മോൾഡ് ഇല്ലാതെ നമ്മൾ ഡോൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ മോൾഡൊന്നും ഇല്ലാതെ ഡോൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.